എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഴുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കാച്ചിലില്ലേ അല്ലെങ്കിൽ കാവത്ത് എന്ന് പറയും, അതുകൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറേ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്കൊക്കെ ഇതേ രീതിയിലുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്കറിയാം, പണ്ടത്തെ കാലത്തെ ആളുകളൊക്കെ ഇതേപോലെയുള്ള ഭക്ഷണ രീതിയാണ് അവരുടെ. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ്. അപ്പം നമുക്കും ഇതേ രീതിയിലുള്ള ഫുഡ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാം. അപ്പം നിങ്ങളും ഇതുപോലെയുള്ള റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി മാത്രമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ദേ ഇതിനായിട്ട് ഞാനിവിടെ ഇതേ സൈസിലുള്ള കാവത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ഇത് തൊലി അധികം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇത്തിരി നല്ല രീതിയിൽ തന്നെ നമുക്കതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഇതേ സൈസിലാണ് നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ദേ നമ്മുടെ കാവത്തൊക്കെ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ 1/4 കപ്പ് ചെറിയ നാളികേരത്തിലേക്ക് നമുക്കിത് ചെറുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 5 ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴുക്കിലേക്ക് നമുക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജീരകമൊക്കെ ഇത്തിരി ഇട്ടാൽ മതി, അധികം ഇട്ട് കഴിഞ്ഞാൽ കുത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇതും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതേ വേവിക്കാൻ വെച്ചിരിക്കുന്ന കാവത്തൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതേ ഒരു പരുവത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വേവിൻ്റെ പരുവം, കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വെള്ളം അതിലിരിക്കട്ടെ, അത് നമുക്ക് അരപ്പ് ആഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും അതിൽ. അങ്ങനെ നമുക്കിത് ഈ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കാകത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു ഇത്തിരി വെള്ളം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് വറ്റി റെഡിയായി വരട്ടെ. അപ്പോൾ ഇതേ ഒരു പരുവായി കഴിഞ്ഞാൽ അത് റെഡിയായി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 ചെറുള്ളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ചെറുള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അങ്ങനെ അതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നേരത്തെ തന്നെ കാവത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് പാത്രത്തിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ കയ്യിലേക്ക് ആകത്ത രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഭാഗത്തേക്ക് ആകത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാച്ചിൽ പുഴുക്ക് അല്ലെങ്കിൽ കാവത്ത് പുഴുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൊണ്ടിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് എപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത് ആ സമയത്ത് ഉപയോഗിക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ കാച്ചിൽ പുഴുക്ക് അല്ലെങ്കിൽ കാവത്ത് പുഴുക്ക് എന്ന് പറയുന്ന റെസിപ്പി. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രമേഹമുള്ളവർക്കും രക്തസമ്മർദ്ദമൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് ഇന്നത്തെ നമ്മുടെ ഈ കാച്ചിൽ പുഴുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പണ്ട് കാലത്തെ ആളുകളുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ മെയിൻ കാരണങ്ങളിലൊക്കെ ഒന്നാണ് അവരുടെ ഫുഡിൻ്റെ രീതികൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കും നമ്മുടെ ഈ ജീവിത രീതിയിൽ ഇതേപോലത്തെ ഫുഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക്
ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.